ആ വ്യക്തിനോട് നമുക്ക് അടുത്ത് നിന്ന് സംസാരിക്കാൻ ഒരു ഇറിറ്റേഷൻ ആണ്, ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്നുള്ള ഒരു വൃത്തി നമ്മളൊരു വ്യക്തി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ചില ആളുകള് ഒരു എന്താ പറയാ മുടിയൊക്കെ അലക്ഷ്യമായിട്ട് വാർന്ന് അല്ലെ, അതുപോലെ തന്നെ ഒരു ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ നേരെ തെറ്റിയിട്ട്, അതുപോലെ തന്നെ കോളറൊക്കെ റെഡിയാക്കാതെ ഇൻഷേഡ് ചെയ്യാതെ ഒരു അലസ മനോഭാവം അല്ലെ. നമുക്ക് നമ്മളെ ലീഡേഴ്സിനെ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കണേ? നല്ല ഇൻഷേഡ് ഒക്കെ ചെയ്ത് ടിപ് ടോപ്പിൽ വരുന്ന ലീഡേഴ്സ്, നല്ല വൃത്തിയിൽ നല്ല വണ്ടിയിൽ അല്ലെ ഒക്കെ വരുന്ന, നമുക്ക് കയ്യുമ്മയൊക്കെ കാലുമ്മയൊക്കെ നഖം വെട്ടാതെ, നഖത്തിന്റെ ഉള്ളിൽ കുറെ ചളി അല്ലെ, അതേപോലെ തന്നെ ഒരു വൃത്തിയില്ലായ്മ, സ്വയം ഒരു വൃത്തിയില്ലായ്മ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയാ, നമുക്ക് ചിലപ്പോ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു സ്വഭാവം ഉണ്ടാവും, ഏത് സമയത്തും എന്തെങ്കിലുമൊക്കെ ആയിട്ട്, എന്തെങ്കിലും ചില ആളുകൾക്ക് ഒരു വേണ്ടാത്ത ദുശീലമൊക്കെ ഉണ്ടാവും അല്ലെ, ഇങ്ങനെ നഖം കടിച്ചിട്ടും പല രീതിയിൽ ചില ആളുകൾ ഇങ്ങനെ, അത് അവർ പഠിച്ചു പോകുന്ന രീതി, പക്ഷെ അവർക്ക് മാറ്റാൻ കഴിയുന്ന ഒരു ശീലമായി മാറി അല്ലെ, ഒരു ബാഡ് ഹാബിറ്റ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നല്ലൊരു വൃത്തിയും നല്ലൊരു ശുചിത്വമുള്ള ഒരു വ്യക്തിയായിട്ട് മാറാം അല്ലെ. ആദ്യം നമ്മൾ നമ്മളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. നമ്മളെ സ്വഭാവവും ഒക്കെ മാറുന്നതിന് പുറമെ നമ്മളൊരു വ്യക്തിക്ക് കണ്ടാൽ അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മളെ ക്വാളിറ്റി, ഉള്ളിലുള്ള സ്വഭാവം നമുക്ക് പുറത്ത് ഒരു വ്യക്തിയിൽ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മൊത്തത്തിൽ നമ്മളൊന്ന് നോക്കിയാൽ പറ്റും അല്ലെ. ഡ്രസ് കോഡ് ആയിക്കോട്ടെ, നമ്മൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വാങ്ങണ്ട, എല്ലാ വിലക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന നല്ല വൃത്തിയും വെടിപ്പുള്ള നമ്മളെ ആ ഒരു വൃത്തിയിൽ കാണാൻ പറ്റുന്ന നല്ല ഡ്രസ്സ്, അതുപോലെ തന്നെ ചുരിദാർ, ലേഡീസ് ആണെങ്കിൽ ചുരിദാറ് പല രീതിയിൽ അല്ലെ. ഇപ്പൊ ചില ആളുകളൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് ചിലപ്പോ BOP അല്ലെങ്കിൽ GTS ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, സാറേ ഞങ്ങൾ വർക്കിലായിരുന്നു പറയും, ആ വർക്കിലൊക്കെ ഓടിക്കെതച്ച് വിയർപ്പും ഒക്കെ ഉണ്ടാവും, എന്നിട്ട് അതേപോലെ ഹാളിലേക്കൊക്കെ വന്ന് കയറാറുണ്ട് അല്ലെ. അതൊന്നും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയിട്ട് ഡ്രസ്സ് ഒന്ന് ശരിക്കൊന്ന് ആ ഒരു ചുളിഞ്ഞ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് നിർത്തി ഒന്ന് മുടിയൊക്കെ ഒന്ന് വാർന്ന് അല്ലെ, അതേപോലെ തന്നെ ആ ഒരു വിയർപ്പിന്റെ മണമൊക്കെ മാറ്റി നല്ല പെർഫ്യൂം ഒക്കെ ധരിച്ച്, അല്ലെങ്കിൽ എന്താ പറയാ പുരട്ടി, ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി നല്ലൊരു സ്മെല്ലുള്ള അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു വ്യക്തി ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അല്ലെ. സ്മെല്ലും വൃത്തിയും ഒക്കെ അതിൽ പെടും. എല്ലാം കൊണ്ടും നമ്മളൊരു പേഴ്സണാലിറ്റി, നല്ലൊരു ലീഡറായി അല്ലെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയായി മാറിയാലേ നമുക്കൊരു ലീഡറായി നാളെ മാറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചില ആളുകളോട് പറയുന്ന സമയത്ത്, ഞാൻ TC ആവട്ടെ എന്നിട്ട് മാറാം അല്ലെ, പക്ഷെ ആ ടീമിന്റെ ലീഡർ അല്ലെങ്കിൽ ആ ലീഡറിന്റെ ടീമിന് അദ്ദേഹം മാറാൻ ആഗ്രഹം ഉണ്ടാവും, ഇദ്ദേഹം ഒന്ന് മാറിയിരുന്നെങ്കിൽ അല്ലെ. പക്ഷെ ആ ലീഡറെ വിചാരം എന്താ, ഞാൻ TC ആയിട്ട് വേണം എനിക്ക് ഡ്രസ് കോഡിൽ മാറ്റം വരുത്താന്, അല്ലെങ്കിൽ ഷൂ ഇടാന് അല്ലെ. ഒരിക്കലും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നതിന്റെ പിറ്റേന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രസ് കോഡിലും ഈ കാര്യത്തിലും ഒരു STC അല്ലെങ്കിൽ ഒരു RTC അല്ലെങ്കിൽ ഒരു NTC ലെവലിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന സമയത്ത് തന്നെ നമ്മൾ മാറാൻ, ചേഞ്ച് ചെയ്യാൻ തയ്യാറാവണം അല്ലെ. അതുപോലെ തന്നെ ചില സമയത്ത് ഇൻഷേഡ് ചെയ്യുക, ചില സമയത്ത് ഇൻഷേഡ് ചെയ്യാതിരിക്കുക. പിന്നെ ചിലപ്പോ എന്താ പറയാ വോളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ട സമയത്ത് നല്ല അടിപൊളിയായിട്ട് വരിക അല്ലെ. വോളിയോ എല്ലാ ടീം ചിലപ്പോ 1-2 ആളുകൾ വന്നു നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എനർജി ആവേശമൊക്കെ പോവുക. ഏത് സമയത്തും നമ്മളൊരു എനർജി ആയിട്ട് ഒരു ആവേശത്തോടു കൂടെ ഏത് സമയവും ഒരു മന്ദഹാസം, ഒരു ചിരി, അല്ലെങ്കിൽ നല്ലൊരു പ്രൗഡോട് കൂടി അല്ലെ നമ്മളെ ആ ഒരു വ്യക്തി, നമ്മൾ നല്ല ഡ്രസ് കോഡിൽ ഒരു ഹോളിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ എന്തിനു പങ്കെടുത്താലും നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. കാരണം ഞാൻ അടിപൊളിയായിട്ടാണെന്ന് വന്നിരുന്നത്, ഒരു ഉള്ളിലൊരു കോൺഫിഡൻസ് വരും അല്ലെ. അതിന് പകരം നമ്മളൊരു വൃത്തിയും വെടുപ്പില്ലാതെ ചുളിഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കാൻ തോന്നും. ഞാനിപ്പോ ഡ്രസ്സൊന്നും ശരിയാക്കിയിട്ടില്ല, ഞാൻ ഇപ്പൊ അവരെ മുന്നിൽ പോയി നിന്നാ എന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമെന്നൊരു തോന്നൽ വരും അല്ലെ. പക്ഷെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നല്ലൊരു മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് നല്ല വൃത്തിയോട് കൂടി നല്ല സ്മെല്ലോട് കൂടിയിട്ട് നമ്മൾ ആദ്യം ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ നമ്മൾ വേണ്ടത് നല്ല പെരുമാറ്റം അല്ലെ. പെരുമാറ്റം എന്ന് പറയുമ്പോൾ അതിൽ നമ്മളെ ചിരി പെടും, സംസാരം പെടും. ചില ആളുകൾക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേന് 2-3 ചോദിക്കുമ്പോ, സാറേ ഞാൻ കേട്ടിട്ടില്ല, എന്താണ് നിന്നോടല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോ അല്ലെ, നമ്മളൊരു എന്താ പറയാ നല്ല പെരുമാറ്റമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്വഭാവത്തിന് ഉടമയാവാൻ പറ്റണം. നല്ല ചിരി അല്ലെ, എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണതിന് മുന്നേ തന്നെ അവർക്കൊരു നല്ലൊരു പുഞ്ചിരി സമ്മാനിക്കുക. അതൊരു വലിയ കഴിവാണ്. നമുക്ക് നഷ്ടമില്ലാത്തൊരു എന്താ പറയാ പ്രവൃത്തിയാണ് ഒരു ചിരി, ഒരു മന്ദഹാസം അല്ലെ. അത് നമുക്കൊരു വ്യക്തിനോട് നമ്മളോട് തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ നമ്മളോട് ആൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട് എവിടെയാ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഗൗരവത്തിൽ നിന്ന് ഞാന്
ഇന്ന സ്ഥലത്താണ് അല്ലെ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് ആ മാഡത്തിന്റെ വീട് എവിടെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ്. ഇപ്പൊ നമ്മളെ മൈ ലൈഫിലാണ് നമ്മളൊക്കെ മാഡോ സാറും, പക്ഷെ പുറത്തിറങ്ങി നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് നമ്മൾ എന്താണെന്നുള്ളത് ഒരു വ്യക്തിയായിട്ട് അല്ലെ. അപ്പൊ അവിടേക്ക് ചിലപ്പോ ബസ്സിൽ കയറുമ്പോ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മസിലൊന്നും പിടിച്ചിരിക്കാതെ, ചില ആളുകൾ പറയാറുണ്ടേ, ഞാൻ ബിസിനസ്സിൽ ഒരുപാട് ആളുകളെ വിളിച്ചു പക്ഷെ അവര് വന്നില്ല, അപ്പൊ അവർക്ക് ദേഷ്യം വരും. ഞാൻ പറയാം, ഇന്നലെ കൂടെ ഞാൻ ടീമിനോട് പറഞ്ഞ സംഭവം അവരൊരിക്കലും അവോയ്ഡ് ചെയ്യരുത്, അവര് വിളിച്ചുകൊണ്ടേയിരിക്കുക. കാരണം അവര് പറഞ്ഞത് എന്താ വെച്ചാല്, ഞാൻ വിളിച്ചു, അവള് പറഞ്ഞ സമയത്ത് ഞാൻ അവളൊപ്പം നിന്നു, പക്ഷെ ഞാനൊരു അവസരം പറഞ്ഞ സമയത്ത് അവൾ എന്റെ കൂടെ നിന്നില്ല, എന്തായാലും ഞാൻ നോക്കട്ടെ, ഞാൻ കാണുന്നുണ്ട് അവളെ, ആ രൂപത്തിൽ. പക്ഷെ അതൊന്നും ചെയ്യാതെ നമ്മള് ഒരു എന്താ പറയാ, ക്ഷമാശീലരാകുക. അവര് വന്നോളും, നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ ഓരോ വളർച്ച കണ്ട് 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 നമ്മളെ കൂടെ അവർ അസോസിയേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകാ അറിയോ, ഓള് നിക്കാണ്ട മുണ്ടും കൂടി ഇല്ല, അല്ലെങ്കിൽ അവനെ നിക്കാണ്ട മുണ്ടും കൂടി ഇല്ല, എന്താ പോന്റെ ഒക്കെ ഒരു അഹങ്കാരം അല്ലെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പക്ഷെ നമ്മളെ കൂടെ വരണം എന്നുള്ള ആഗ്രഹം എല്ലാവരും വിട്ടുപോകും നമ്മളെ അല്ലെ. ഞാൻ ഇപ്പൊ നോ പറഞ്ഞിട്ടും അവർക്ക് ഇന്ന കാണുമ്പോ ഒരു ദേഷ്യമല്ല, എന്താണോ എന്തോ ഒരു അല്ലേ. അപ്പൊ നമുക്ക് തന്നെ അവരെ അട്രാക്ട് ചെയ്യാൻ തോന്നിപ്പോകും. കാരണം എത്ര ദേഷ്യത്തോടെ നമ്മൾ പെരുമാറിയാലും അതൊരു ഈസി മനോഭാവത്തോടു കൂടി ഒരു സില്ലി ആയിട്ട് അവരോട് ചിരിച്ച് അല്ലേ. നമ്മളെ ഗാന്ധിജി പഠിപ്പിച്ചെന്താ, അത്രയൊന്നും ക്ഷമാശീലരാകണ്ട. ഒരു കവിള് തല്ലുമ്പോ മറ്റേ കവിള് കാണിച്ചു കൊടുക്കാനുള്ള ക്ഷമയൊന്നും നമുക്കില്ല അല്ലെ. പക്ഷെ എങ്കിൽ പോലും നമ്മളെ മുൻനിർത്തി അല്ലെങ്കിൽ നമുക്കൊരു മുൻ സന്ദേശം തന്നത് അതന്നെയാണ്. പക്ഷെ അത്രത്തോളം ഇല്ലെങ്കിലും അതിന്റെ ഒപ്പെങ്കിലും ആവാൻ അല്ലെ, ഒരു ദേഷ്യത്തോടെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ചിരിച്ചങ്ങോട്ട് പെരുമാറാൻ, നമുക്ക് കിട്ടുന്ന ആളെ അങ്ങോട്ട് കൊടുക്കുക അല്ലെ. പക്ഷെ നമുക്ക് എന്തായിക്കോട്ടെ, പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിക്കോട്ടെ കിട്ടുന്നെങ്കിലും അവർക്ക് നല്ലൊരു ചിരിച്ച് നല്ലൊരു അസ്ഥാനമൊക്കെ നൽകി നല്ലൊരു പുഞ്ചിരിയോടുകൂടി മറുപടി ആയിക്കോട്ടെ, ഇനി ഒന്നും സംസാരിച്ചില്ലെങ്കിലും കാണുമ്പോ ഒരു വിഷയത് ഒരു ചിരിയിലൊക്കെ ഒതുക്കി അല്ലെ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ. അല്ലാതെ ഞാൻ വിളിക്കുമ്പോ ഈ വന്നിട്ടില്ലല്ലോ, ഇനി പറഞ്ഞ കാണുമ്പോ അത്ര വലിയ മുണ്ടൊന്നും വേണ്ട അല്ലെ. ആ രൂപത്തിലല്ലാതെ നല്ല രീതിയിലുള്ള പെരുമാറ്റം, നല്ല ചിരിയോടെ അതുപോലെ തന്നെ മനസ്സോടെ പെരുമാറാനൊക്കെ എല്ലാവർക്കും കഴിയുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തതിലേക്ക് വരുമ്പോ സംസാരം. അപ്പൊ പെരുമാറ്റം ഞാൻ പറഞ്ഞു, നമ്മളുടെ ഒരു രീതി അല്ലെ, പെരുമാറ്റത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ അതിൽ പെടും അല്ലെ. നമ്മളെങ്ങനെയാണ് നമ്മുടെ ചില ആളുകൾ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോ ചെവിയൊക്കെ തോണ്ടി അല്ലെ, അതുപോലെ തന്നെ ഇങ്ങനെ തലയില് പേനൊക്കെ എടുത്ത് ഒരു നമ്മുടെ പെരുമാറ്റത്തിൽ തന്നെ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു തോന്നൽ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ളത് അവർക്ക് അറിയും അല്ലെ. ചില ആളുകൾ കാണാൻ നിൽക്കുമ്പോ തന്നെ അവർക്ക് എന്തൊക്കെയോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഖം കടി അല്ലെ, ഇങ്ങനെയൊക്കെ കാണുമ്പോ അതേപോലെ തന്നെ വേറല്ലേ, അതേപോലെ തന്നെ ഈ ആളുകളുടെ ഇടയിലൊക്കെ ചിലപ്പോൾ ജലദോഷമോ തുമ്പലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ മൂക്കൊക്കെ ചീറ്റിട്ട് നമുക്ക് അതിനൊക്കെ പ്രത്യേക സ്ഥലവും സൗകര്യവും ഉണ്ട്. നമ്മളെ കൂടെ നിൽക്കുന്ന നമുക്കൊരു വൃത്തി, നമ്മളോടൊരു മടുപ്പ് തോന്നുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു കാട്ടിക്കൂട്ടൽ നമ്മൾ ചെയ്യാണ്ടിരിക്കുക അല്ലെ. അതിനൊക്കെ നമുക്ക് ധാരാളം നമ്മുടേതായിട്ടുള്ള കുറെ സമയങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ അപ്പൊ ചെയ്യാം. മൂക്കിലൊക്കെ തോണ്ടി അല്ലെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്. ചില ആളുകള് പക്ഷെ അവരുടെ ആ പഠിച്ചു വെച്ച കാര്യങ്ങൾ ചില ആളുകള് അത് അവർക്കത് അറിയില്ല, എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അല്ലെ, അത് അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ എന്തൊക്കെയാണ് നമുക്കുള്ള നമുക്ക് മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ, പെരുമാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മളൊരു ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ചെയറൊക്കെ വലിച്ചിട്ട് ചില ആളുകൾ അല്ലെ ഒരു ഡിസ്റ്റർബ് ആകുന്നത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അല്ലെ. അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോ ഫോണിൽ സംസാരിച്ചു അന്നായിക്കോട്ടെ ഈ ഒരു അല്ലെ, നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പ് തോന്നുന്ന ഒരു സ്വഭാവം അല്ലെ, അതാണ് നമ്മുടെ പെരുമാറ്റത്തിൽ വരുത്തേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു സംസാരം. ഞാൻ വീണ്ടും ഒന്ന് രണ്ട് വാക്കുകൾ ഇന്ന് വിട്ടുകൊണ്ടാണ് വീണ്ടും അതിലേക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കയറി. പിന്നെ സംസാരം അല്ലെ, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ആളുകളുടെ ഇടയിൽ നിന്നോ ടീമിന്റെ ഇടയിൽ നിന്നോ ലീഡേഴ്സിന്റെ ഇടയിൽ നിന്നോ സംസാരിക്കുന്ന സമയത്ത് ഉച്ചത്തിലും അല്ലെ, ലീഡേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കുക, സൗണ്ടിൽ സംസാരിക്കുക അല്ലെ. അതുപോലെ തന്നെ എനിക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്കോ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഹാളിൽ ചിലപ്പോ വന്ന് നമ്മൾ നല്ല പ്രസന്റേഷൻ ഇരിക്കുന്ന സമയത്തേക്കാരം നമ്മൾ അറിയുന്ന ഒരു വ്യക്തി എവിടെ ഇരുന്നു അല്ലെ, ഞാൻ എന്നെ കുറെ ആയിക്കാണ് കണ്ടിട്ട് എന്തേലും ചിലപ്പോ 2 ആഴ്ചയൊന്നും വന്നിട്ടുണ്ടാവില്ല, അവര് കുറെ ആയല്ലോ അല്ലെ. നമ്മളൊരു അട്ടഹാസ രൂപത്തിലുള്ള ഒരു സംസാരം, നല്ല മിതമായിട്ട് സംസാരിക്കാൻ പഠിക്കുക അല്ലെ. നമ്മൾ എപ്പോഴും നമ്മുടെ ആ ഒരു മാന്യമായിട്ട് തന്നെ ഒരു വ്യക്തിനെ നമുക്ക് ഒരു മനസ്സോടുകൂടി സംസാരത്തിലായിക്കോട്ടെ ഉച്ചത്തിൽ സംസാരിക്കാണ്ട് നല്ല മിതത്തില്, അതുപോലെ തന്നെ ചിരിക്കുക അല്ലെ. സംസാരത്തിലും ചിരിയിലൊക്കെ നല്ല സൗണ്ട് ഉള്ള ആളുകൾ ഉണ്ടാവും. ചിലപ്പോ നമ്മളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ചില ആളുകളെ നമ്മൾ
അങ്ങോട്ട് തിരിഞ്ഞു നോക്കി എങ്ങനെ അവരുടെ ആ ഒരു സൗണ്ടിലുള്ള സംസാരം കൊണ്ട് ചിലപ്പോൾ തിരിഞ്ഞു നോക്കാറുണ്ട് അല്ലെ, എന്താ പയക്ക് ഭ്രാന്തോന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്നുള്ളൊരു വ്യക്തി ഒരു മിതമായ സംസാരം, നല്ല മാന്യമായിട്ടുള്ള സംസാരത്തിൽ ഒതുക്കി നല്ല പറയേണ്ട കാര്യങ്ങൾ എന്നാ പറയേണ്ട രൂപത്തില്. ചില ആളുകള് ഞാൻ പറയാറുണ്ട്, പല ആളുകളും നമ്മുടെ ടീമിൽ വരും, ചില ആളുകളുടെ സംസാരം നമുക്ക് പുറത്തേക്ക് തന്നെ കേൾക്കൂല, ചെവി അവരുടെ വായിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കേണ്ടി വരും, അപ്പോഴേ എന്തെങ്കിലും പറയണേ കേൾക്കുള്ളൂ. കുറച്ചൊക്കെ ഒരു അല്ലെ മറ്റുള്ളവർക്ക് കേൾക്കേണ്ട രൂപത്തിൽ ഒന്ന് സംസാരിക്കുക. കാരണം എന്താ വെച്ചാല് ചില ആളുകൾ പറ്റ പതിഞ്ഞും പോയി അല്ലെ, ഫോണിൽ ഞാൻ പറയുന്നൊന്ന് സംസാരിക്കുന്നതാണെങ്കിൽ കുറച്ച് സൗണ്ടിൽ സംസാരിക്കുമോ ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ കേട്ട് നിൽക്കേണ്ടി വരും, എന്താ അവര് പറയണത് അവർക്ക് തന്നെ അറിയില്ല. അപ്പോ അതും നമ്മുടെ സംസാരമാണ്, എന്നാൽ ഉച്ചത്തിലും അതും രണ്ടിലും അല്ലാതെ ഒരു മിതമായിട്ടുള്ള ഒരു സംസാരം നമ്മുടെ സംസാരത്തിൽ നമ്മളെ എന്താ പറയാ ശ്രദ്ധ ചെലുത്തുക, അല്ലെങ്കിൽ നമ്മളെ മനസ്സ് കൊണ്ടുവരിക. അതുപോലെ തന്നെ 4ാമത്തെ കാര്യം വാക്ക് പാലിക്കുക. നമുക്കറിയാലോ അല്ലെ, ഈ ബിസിനസ്സിൽ ഏറ്റവും വേണ്ടത് നമ്മളെന്ന വ്യക്തി ഒരാളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ നല്ല ജീവിതത്തിൽ തന്നെ നമുക്ക് പാലിക്കേണ്ട ഒരു മര്യാദയാണ് വാക്ക് പാലിക്കുക. നമ്മളെ മക്കളോട്, ഹസ്ബൻഡിനോട്, വൈഫിനോട് അല്ലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വാക്ക് പാലിക്കാൻ. നമ്മള് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെല്ല, ഇല്ലെങ്കിൽ അത് ചെല്ലാൻ നമുക്ക് അവിടെ എത്താൻ കഴിയില്ലെങ്കിൽ സോറി ട്ടോ, ഞാൻ ഈ പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ എനിക്ക് അന്ന് അവിടെ എത്താൻ കഴിയില്ല, അത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള രൂപത്തില്. ഇപ്പോ എന്താ പറയാ ചില ആളുകൾ പറയില്ലേ, ഞാൻ എത്തി, ഈ ഒരു പേടിയും പേടിക്കണ്ട അല്ലെ. ഒരു പക്ഷെ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ നമുക്ക് അല്ലെ നമ്മളോട് പറയാറുണ്ട് ലീഡേഴ്സ്, ഞാൻ അതാ കേട്ടിട്ടാ ഞാൻ എന്റെ ടീമോ അല്ലെങ്കിൽ ഞാൻ വളർന്നത്. കാരണം നമ്മളെ മരണമോ അല്ലെങ്കിൽ നമ്മളെ കല്യാണമോ അല്ലാത്ത എന്ത് സംഭവമാണെങ്കിലും നമ്മൾ അവിടെ ആ ഹോളിലോ എന്തിനാണെങ്കിലും എത്തിയിരിക്കണം എന്നുള്ളത് അല്ലെ. അപ്പോ നമ്മൾ വാക്ക് പാലിച്ചുകൊണ്ട് മക്കളോടായാലും, കാരണം വാക്ക് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മളെ വിശ്വാസം കുറഞ്ഞു എന്നാണ് അർത്ഥം അല്ലെ. പിന്നെ ആ വ്യക്തിനോട് എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസമില്ലായ്മ ഉണ്ടാവും. അവരാ പറയണ തന്നെ ഉള്ളൂ, വെറും തന്നെ ഉള്ളൂ അല്ലെ. പക്ഷെ ഒരു പറഞ്ഞ സമയത്തൊന്നും വരൂല്ല, അല്ലെങ്കിൽ പറഞ്ഞിക്കണമെങ്കിൽ ആ സമയത്ത് എത്തൂല്ല, അല്ലെങ്കിൽ അവര് പറഞ്ഞ വരൂല്ല വേറെ അല്ലെ. ആ രൂപത്തിലല്ലാതെ വാക്ക് പാലിക്കാൻ തയ്യാറാകുക. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാക്ക് കൊടുക്കുക. അല്ലെങ്കിൽ പറയാ സോറി ട്ടോ, എനിക്ക് വരാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ വേറെ ഉള്ള വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ ഫാമിലിനോടായിക്കോട്ടെ, ടീമിനോടായിക്കോട്ടെ, അപ്ലയൻസിനോടായിക്കോട്ടെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കുക. അതുപോലെ തന്നെ സൗഹൃദം അല്ലെ, സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക. നമുക്കറിയാലോ നമ്മുടെ ഈ ബിസിനസ്സിൽ വേണ്ട ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഇതിലൊക്കെ ഈ ഓരോ പോയിന്റ് ഉണ്ടല്ലോ, ഈ ടിപ്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനോഹരമായിട്ട് നമുക്ക് ടീം ബിൽഡ് ചെയ്യാനും നല്ലൊരു ലീഡർഷിപ്പിലേക്ക് വരാനും നമ്മുടെ ടീമിനെ നല്ല രീതിയിൽ നല്ലൊരു വ്യക്തിയായിട്ട് വളർത്തിയെടുക്കാനും നമുക്ക് പറ്റും. കാരണം അത് നമ്മളെന്ന ഓരോ വ്യക്തികൾ മാറാൻ തയ്യാറാവണം അല്ലെ. അപ്പോ സൗഹൃദത്തോടു കൂടി നല്ല രീതിയിൽ, കാരണം ബിസിനസ്സിനായിട്ട് ഒരു വ്യക്തിനെ കാണാതെ അവര് വന്നാൽ ഞാൻ രക്ഷപ്പെടും, അവര് വന്നാൽ ഞാൻ ബെറി സ്റ്റാർ ആകും, അല്ലെങ്കിൽ അവര് വന്നാൽ ഞാൻ റിക്രൂട്ട് ഹീറോ ആകും, ബെറി ഡബിൾ സ്റ്റാർ ആകും, ഫാസ്റ്റ് ടാക്കർ ആകും അല്ലെ, അവര് വന്ന് 35 എടുത്തു കഴിഞ്ഞാൽ ഞാൻ TC ആകും. ആ രൂപത്തിൽ ഒരു വ്യക്തിനെ കാണാതെ നമ്മുടെ ടീമിലേക്ക് വരുന്ന ഒരു ഫാമിലിയിലേക്ക് വരുന്ന ഒരു ഫാമിലി മെമ്പർ ആയിട്ട്, നമ്മുടെ വീട്ടിലേക്ക് ഒരു വ്യക്തി വരികയാണെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ കാണാം, നല്ലൊരു സ്വീകരിച്ചിരുത്തി അല്ലെ. നമ്മളെ ഒരു ഗസ്റ്റിനെ എങ്ങനെയാണോ സ്വീകരിക്കുക, അവർ പോകുന്നത് വരെ അവരെ നല്ലോണം സെർവ് അല്ലെ. നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ, കാരണം നമ്മളെ വീട്ടിലേക്കൊക്കെ വരുമ്പോ പ്രത്യേകിച്ചും, കാരണം നമ്മളെ ആ ഒരു സർവീസ് ആണ് അവർ ആഗ്രഹിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി വരുന്ന